بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين إن تتلوها خيفة من حر نار لظى أتفت حر لظى من وردها الشبم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആന്റെ അവതരണം നടത്തപ്പെട്ട മാസം എന്ന നിലക്ക് റമദാനിന് വീണ്ടും പ്രത്യേകത കൂടുകയാണ്. ഖുർആൻ പാരായണം ചെയ്യണം. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ജ്വാലയായ നരകത്തിൽ നിന്നുള്ള മോചനം വിശുദ്ധ ഖുർആനിലൂടെ സാധ്യമാണ്. അതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ റമദാനിൽ അവസരം കണ്ടെത്തണം. പാരായണത്തിൻ്റെ ശൈലികൾ വളരെ പ്രധാനമാണ്. കൃത്യമായി ലോകത്ത് ഇത്രമേലൊരു ഗ്രന്ഥം പാരായണം ചെയ്ത് നിയമങ്ങളും വ്യവസ്ഥകളും തയ്യാർ ചെയ്ത് അതരങ്ങളായി ശഫവിയായ നിലക്ക് ഓതപ്പെട്ടതുപോലെ തന്നെ ഓതണം. എഴുതിയതുപോലെ എല്ലാം ഓതാൻ പാടില്ല. അങ്ങനെ പാരായണ മര്യാദയോടെ ഖിബ്ലക്ക് മുന്നിട്ടോതൽ സുന്നത്താണ്. അഊദു ഓതൽ സുന്നത്താണ്. അള്ളാഹുവിൻ്റെ പിശാചിന് കാവലിനെ തേടി വൃത്തിയോടും ശുദ്ധിയോടും കൂടി പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം, പരിശുദ്ധമായ ഗ്രന്ഥത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു എന്നൊരൊറ്റ കാരണത്താൽ തന്നെ വിശുദ്ധ റമളാന്റെ ബഹുമാനമേറുകയാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ആ ഒരു ദിനത്തിന്റെ പ്രത്യേകത. ഇന്ന അൻസൽനാഹു, അല്ലാഹു തആല നാം അവതരിപ്പിച്ചു. ആ രാത്രിയിൽ ഖുർആൻ നാം അവതരിപ്പിച്ചു. ആ അവതരണം ഒന്നാമതായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വാനലോകത്ത് നിന്ന് ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന വാനലോകത്തേക്കും അവിടുന്ന് 23 കാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഘട്ടങ്ങളിലായി വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടേയിരുന്നു. 23 വർഷം പൂർത്തിയായി. 40-ാമത്തെ വയസ്സിൽ ആരംഭം കുറിച്ച വഹി 63 വരെയും തുടർച്ചയായി ആ ആയാത്തുകളുടെ അവതരണവും ഇറക്കലും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. വാനലോകത്തുനിന്ന് അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്കും, ഒന്നാം ആകാശത്തിൽ ബൈത്തുൽ ഇസ്സയിലേക്കും അവിടെ നിന്ന് മഹാനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമത്തെ വയസ്സിൽ അവിടുത്തെ നുബുവത്തിൻ്റെ അടയാളമായി ആ നുബുവത്തിനെ സ്ഥിരപ്പെടുത്താനായി അയച്ച വിശുദ്ധ ഖുർആൻ തുടർന്ന് 23 വർഷക്കാലം കൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ നിലക്ക് നിയമങ്ങളും വ്യവസ്ഥകളും കൃത്യമായ രീതിയിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെടുകയാണ്. 23 വർഷക്കാലം പൂർത്തിയാകാൻ തന്നെ 63-ാമത്തെ വയസ്സിൽ ഖുർആന്റെ അവതരണം പൂർത്തിയായ ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് വിട പറയുന്നത്. ആ ഉമ്മത്തിൻ്റെ അനുഗ്രഹമാണ് വിശുദ്ധ റമളാൻ എല്ലാ സമുദായങ്ങൾക്കും നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം പരിശുദ്ധ റമളാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവാൻ. ആ സൂക്ഷ്മതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആനോട് നാം കാണിക്കുന്ന മര്യാദയും ആ ഖുർആൻ പാരായണത്തിലുള്ള നമ്മുടെ തീവ്രമായ പരിശീലനവും അത് പഠിക്കലും പാരായണം ചെയ്യലും. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ആഘോഷം കൂടിയാണ് വിശുദ്ധ റമളാൻ. ആ ഖുർആൻ കൊണ്ട് ഓരോ ഹർഫിനും 10 ഇരട്ടിയും 70 ഇരട്ടിയും 70,000 ഇരട്ടിയും പ്രതിഫലം നൽകപ്പെടുന്ന റമളാനിൽ റമളാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദാബുകളിലൊന്നാണ് കാര്യമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ റമളാൻ ആദരിക്കുകയും ഖുർആൻ ആദരിക്കുകയും ചെയ്യുന്ന 2 അമലുകളാണ്, പ്രത്യേകമായ അമലുകളാണ് റമളാൻ കൊണ്ട് മനുഷ്യന് സാധിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാനും ആ ഖുർആൻ പാരായണത്തിലൂടെ വിശുദ്ധ റമളാനെ ധന്യമാക്കാനും അടിമകളായി നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ ഇമാം ആരാണ്? വമൻ ഇമാമുക വൽ ഖുർആൻ ഇമാമി എന്ന് പറയാൻ
ആ ഖുർആനുമായി പാരായണം കൊണ്ടും എല്ലാം സൂക്ഷ്മത കൊണ്ടും ആ ഖുർആനുമായ ഭേദ്യബന്ധം സ്ഥാപിക്കാൻ ഈ വിശുദ്ധ റമദാനിൽ അടിമകൾ ഉമ്മത്ത് പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു തആല ഖുർആൻ കൊണ്ടും പരിശുദ്ധ റമദാൻ കൊണ്ടും വിജയിച്ചവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.